പ്രിയപ്പെട്ടവരെ, കാൻഫഡിൻ്റെ 48ാമത് വാർഷിക സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യം പറയാം. ഓം वैष्णवजन तो तेने कहिए जे पीड़ पराई जाने रे। वैष्णवजन तो तेने कहिए जे पीठ पराई जाने रे। पर दुखे उपकार करे तुए, पर दुखे उपकार करे तुए, मन अभिमान न आने रे। वैष्णव जन तो सकल लोक मां सहुने वंदे, सकल लोक मां सहुने वंदे, निंदा न करे के नीरे। वाच काच मन निश्चल राखे, वाच काच मन निश्चल राखे, धन धन जननी तेनी रे। वैष्णव जन तो समदृष्टि ने तृष्णा त्यागी, समदृष्टि ने तृष्णा त्यागी, पर स्त्री जेने मात रे। जिह्वा थकी असत्य न बोले, जिह्वा थकी असत्य न बोले, पर धन नव चले हाथ रे। वैष्णव जन तो मोह माया व्यापे नहीं जेने, मोह माया व्यापे नहीं जेने, दृढ़ वैराग्य जेना मन मारे। राम नाम शु ताली लागी, राम नाम शु ताली लागी, सकल तीरथ तेना तन मारे। वैष्णव जन तो वनलोभी ने कपट रहित छे, वनलोभी ने कपट रहित छे, काम क्रोध निवार्या रे। भन नरसैयों तेनु दर्शन करता, भन नरसैयों तेनु दर्शन करता, कुल एको तेर तार्या रे। वैष्णव जन तो तेने कहिए जे पीठ पराई जाने रे। वैष्णव जन तो സ്വാഗതം ആശംസിക്കുവാനായി കാൻഫഡിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയാശ്രീകുമാരനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഇന്ന് കാൻഫഡിൻ്റെ 48ാം വാർഷിക സമ്മേളനം ആണ് നടക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് കാൻഫഡ് എന്നൊരു മഹാപ്രസ്ഥാനം ഇത്ര ഭംഗിയായി നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച നമ്മുടെ മഹാരഥന്മാർക്ക് മുമ്പിൽ ഒരു നിമിഷം പ്രണാമം. നമുക്കറിയാം, കാൻഫഡ് എന്ന പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ വിപുലമായിരുന്നു. അന്ന് അനൗപചാരിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാക്ഷരതാ പ്രവർത്തനവും
ഇപ്പോൾ അനുസൃതമായി ഇപ്പോൾ തുടർ വിദ്യാഭ്യാസവും എല്ലാം കാൻഫിഡിൻ്റെ കയ്യിൽ ഭദ്രമായി നടന്നു പോവുകയാണ്. ധാരാളം അവസരങ്ങളിൽ കാൻഫിഡ് നല്ല കാര്യങ്ങൾ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുകയും എന്നാൽ ഒരവസരത്തിൽ പി.എൻ. മണിക്കർ സാറിൻ്റെയും അതിനുശേഷം സെക്രട്ടറിയായ തങ്ങമം ബാലകൃഷ്ണൻ സാറിൻ്റെയും വിയോഗത്തിന് ശേഷം കാൻഫിഡിന് കുറച്ച് ക്ഷീണം വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് കാൻഫിഡ് ധാരാളം പ്രവർത്തനങ്ങളോടുകൂടി പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണ്. കാൻഫിഡിൻ്റെ പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നമുക്കറിയാം ധാരാളം പ്രവർത്തനങ്ങളാണ് കാൻഫിഡിൻ്റെ പ്രവർത്തകർ വിവിധ മേഖലകളിൽ നടത്തി വരുന്നത്. അതായത് കാലത്തിനനുസൃതമായി പഴയ അനൗപചാരിക വിദ്യാഭ്യാസം മാത്രമല്ല, സാക്ഷരത പ്രവർത്തനം മാത്രമല്ല, കാലത്തിനനുസൃതമായ ധാരാളം പ്രവർത്തനങ്ങളാണ് കാൻഫിഡ് ഇന്ന് സംസ്ഥാനത്തുടനീളം നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ കാൻഫിഡിൻ്റെ പ്രസക്തി ഏത് കാലത്തും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ കാൻഫിഡിൻ്റെ പ്രസക്തി ഏത് കാലവും ഒരേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ കാൻഫിഡ് ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരാണ്. ആദ്യകാലം മുതലുള്ള പ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ. എല്ലാവരും ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നുള്ള എല്ലാവർക്കും ഇന്നിവിടെ പങ്കിടാനുള്ള അവസരമുണ്ട്. പുതിയ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അനൗപചാരിക വിദ്യാഭ്യാസ മേഖല അങ്ങേയറ്റം ഫോക്കസോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യമാണ് ഇക്കാലത്ത്. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇന്ന് ഇന്ത്യയിലുടനീളം സ്കില്ലിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്കില്ലിനുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം നമ്മുടെ പ്രവർത്തകർ സജ്ജമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. സ്കില്ലിനുമായിട്ട് പ്രവർത്തപ്പെട്ട് നമ്മൾ പുതിയ 2-3 പ്രോഗ്രാമുകളാണ് ഇന്നിവിടെ അനൗൺസ് ചെയ്യുന്നത്. 48ാം വാർഷിക സമ്മേളനത്തിൽ പുതിയ 3-4 പ്രോഗ്രാമുകളാണ് കാൻഫിഡിന് മുന്നോട്ട് കൊണ്ടുപോകാനായി അനൗൺസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേൾഡ് സ്കിൽ കൗൺസിലുമായി ചേർന്നുകൊണ്ടുള്ള സ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതിനകത്ത് നമുക്ക് പ്രയർ ലേണിങ്ങിനുള്ള സർട്ടിഫിക്കേഷൻ, അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഡ്യൂക്കേറ്റർമാരാവാനുള്ള അവസരം, അതാണ് ഇത് ഏറ്റവും പ്രധാനം. ഓരോ ജില്ലയിലും ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഡ്യൂക്കേറ്റർമാരാകാനുള്ള അവസരം നമ്മൾ ഇവിടെ തരികയാണ്. അത് വേൾഡ് സ്കില്ലുമായിട്ട് അതിനുള്ളൊരു കരാർ ഇന്ന് മുതൽ ആ കരാറിൽ ഏർപ്പെടുകയാണ്. അത് അന്താരാഷ്ട്ര വേൾഡ് സ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അന്താരാഷ്ട്ര നിലവാരമുള്ള കൗൺസിലാണ്. അതിൻ്റെ പ്രവർത്തകർ എന്ന നിലയിലേക്ക് കാൻഫിഡ് പ്രവർത്തകർ മാറണമെന്ന് ഈ മാറിയ കാലത്തിൻ്റെ ആവശ്യമായി നമ്മൾ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് വേൾഡ് സ്കിൽ കൗൺസിൽ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഡയറക്ടർ ജനറൽ മൊയ്സൺ SAG മൊയ്സൺ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം അടുത്ത സെഷനിൽ അതിനെപ്പറ്റി പ്രത്യേകമായി പറയും. അത് കഴിഞ്ഞാൽ നമുക്ക് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ രംഗത്ത് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ അക്കാഡമി എന്നൊരു സ്ഥാപനം വളരെ കാര്യമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് വർഷങ്ങളായി. അവരുമായി ചേർന്നുകൊണ്ട് അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പ്രവണതകൾ ഏറ്റെടുക്കുകയും ധാരാളം മേഖലയിലേക്ക് അനൗപചാരിക വിദ്യാഭ്യാസം കൊണ്ടുപോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുമായിട്ടുള്ള ഒരു പ്രോഗ്രാമും നമ്മൾ ഏകദേശം രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹവും അതിൻ്റെ ഡയറക്ടറും ഇന്നിവിടെ വരുന്നതാണ്. അദ്ദേഹം ആ പരിപാടിയെപ്പറ്റി നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. പിന്നുള്ളത് നമുക്കറിയാം, ഇന്നത്തെ മാറിയ കാലഘട്ടത്തിൽ റിന്യൂവബിൾ എനർജി, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് അത് ടാപ്പ് ചെയ്ത് എങ്ങനെ നമുക്ക് കാൻഫിഡ് പ്രവർത്തകർക്ക് അത് ഉപയോഗപ്പെടുത്താം, എങ്ങനെ അതിൽ പങ്കാളികളാകാം എന്നുള്ളത് വിശദീകരിക്കുന്നത് സോളാർ മിഷൻ്റെ ഡയറക്ടർ ഇവിടെ വരുന്നുണ്ട്. അതാണ് ഇന്നത്തെ വേറൊരു പുതിയ അജണ്ടയായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം ഉപരിയായി നമ്മൾ കാൻഫിഡ് ആദ്യകാലം മുതൽ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനമാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. അത് പുതിയ മേഖലയിലേക്ക് നടക്കുമ്പോൾ എന്തൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ ചെയ്യേണ്ടതെന്നുള്ളത് വിശദീകരിക്കുന്ന ഒരു സെഷൻ ഇന്നുണ്ട്. അതിൽ മിയാവാക്കി ഫോറസ്റ്റ് ആണ് പ്രധാനമായും. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും നേച്ചർ ക്ലബ് രൂപീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായ വേറൊരു പരിപാടി. അപ്പോൾ ഈ 3-4 അജണ്ടകൾ ഇന്ന് കാൻഫിഡിൻ്റെ 48ാം വാർഷിക ദിനത്തിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച് നമുക്ക് മറക്കാൻ നല്ല കേരളം എന്നുള്ള പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത് വളരെ മുമ്പോട്ട് പോയി. പക്ഷേ എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരമില്ലായ്മ കാരണം അത് പലയിടത്തും നടക്കുന്നില്ല. എന്നാൽ പല ജില്ലകളും സ്വന്തമായ രീതിയിൽ അതിൻ്റേതായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. ഈ വർഷം നമ്മൾ കാൻഫിഡിൻ്റെ 48ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ 2027 നമ്മൾ 50ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. കാൻഫിഡ് 50 വർഷം എന്ന് പറയുമ്പോൾ ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു പ്രസക്തി എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ 50ാം വാർഷികം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾ ശക്തമാക്കണം, ജില്ലാ ഭാരവാഹികളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ ശക്തമാക്കണം, ജില്ലാ ഘടകങ്ങളെല്ലാം ശക്തമാക്കണം. അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. 50ാം വാർഷികമാകുമ്പോൾ നമുക്ക് ഒരു അനൗപചാരിക ഗ്ലോബൽ സമ്മിറ്റ് എങ്ങനെ നടത്താമെന്നുള്ളതായിരിക്കണം
ഞങ്ങളുടെ ചിന്ത എന്നുള്ളത് ഞാനിവിടെ നിങ്ങളുടെ അഭിപ്രായത്തിനായിട്ട് മുമ്പോട്ട് വയ്ക്കുകയാണ്. അനൗപചാരിക ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുമ്പോൾ ലോകം ആണ് അതിനകത്ത്. ഇപ്പം ലോകത്തെല്ലായിടത്തും അനൗപചാരിക വിദ്യാഭ്യാസമാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷൻ ഉപരിയായി അനൗപചാരിക രീതിയിലുള്ള സ്കിൽ എഡ്യൂക്കേഷനും അനൗപചാരിക രീതിയിലുള്ള മറ്റ് വിദ്യാഭ്യാസ രീതികളുമാണ് ഇന്ന് സമൂഹത്തിലും ലോകത്തെവിടെയും നടക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു ഗ്ലോബൽ സമ്മിറ്റ് നടത്തുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് 2027 50ാം വാർഷികത്തിൽ നമുക്കത് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാമെന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ജില്ലകളെല്ലാം തന്നെ ശക്തമാക്കേണ്ടതുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുമ്പോൾ അനൗപചാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരും, ഏത് വ്യക്തിയും ഏത് സംഘടനയും അതുമായിട്ട് കാൻഫിഡുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും ഇൻക്ലൂസീവ് ആക്കി, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് ഗ്രോത്താണ് കാൻഫിഡ് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ പണിക്കർ സാറും അതുപോലെ തന്നെ PTB സാറും കാൻഫിഡിൻ്റെ മറ്റ് പ്രവർത്തകരും ഗ്രാമം തോറും നടന്ന് എല്ലാവരെയും അതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. ആര് ഏത് എന്നില്ല, ജാതി മത ചിന്തയില്ല, രാഷ്ട്രീയ ചിന്തയില്ല, ഒന്നുമില്ല. പ്രവർത്തിക്കാൻ സന്നദ്ധരായ എല്ലാവരെയും കാൻഫിഡിൽ ഉൾപ്പെടുത്തിയാണ് കാൻഫിഡ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതേ അവസരമാണ് നമുക്ക് ഇപ്പോഴും മുമ്പിലുള്ളത്. ജില്ലകളിലുള്ള എല്ലാ വ്യക്തികളും ആര് വന്നാലും കാൻഫിഡിൽ പ്രവർത്തിക്കുക, അവർക്കെല്ലാം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് സംഘടനയ്ക്കും കാൻഫിഡിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആരെയും ഒഴിവാക്കുന്ന ഒരു പ്രക്രിയ കാൻഫിഡ് ഇല്ല എന്നുള്ളതും കൂടി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന എല്ലാവരെയും സഹകരിപ്പിക്കുക. കാൻഫിഡിലേക്ക് എല്ലാവരും വരട്ടെ. കാൻഫിഡ് ഫണ്ട് വിഭാവനം ചെയ്തതിലും വലുതായി കാൻഫിഡ് വളരട്ടെ. അതിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണം എന്നുള്ളതും കൂടെ കാൻഫിഡിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ്. ഇത്രയുമാണ് കാൻഫിഡിനെ പറ്റി ഇപ്പോൾ പറയാനുള്ളത്. കാൻഫിഡിൻ്റെ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം മഹനീയമായി അംഗീകരിക്കുന്നു. റിപ്പോർട്ട് കിട്ടുന്നതെല്ലാം നമുക്ക് വളരെ ഭംഗിയായി മനസ്സിലാവുന്നുണ്ട്. ഓരോ ജില്ലയിലും സാമ്പത്തിക സഹായം ഒന്നും തന്നെ ഇല്ലാതെ ധാരാളം പ്രവർത്തനങ്ങളാണ് കാൻഫിഡിൻ്റെ പ്രവർത്തകർ കാഴ്ചവെക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഇതിലും ശക്തമായി മുമ്പോട്ട് പോകണം. കാൻഫിഡിൻ്റെ നേതൃത്വം എപ്പോഴും നമ്മളെല്ലാം ഒന്നിച്ച് തന്നെയാണല്ലോ, നിങ്ങൾ എന്നുള്ളതില്ല. കാൻഫിഡ് എല്ലാവരും ഒന്നാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകരും ഒന്നാണ്. ആ ഒരു ലക്ഷ്യത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്നത്തെ ഈ 48ാം വാർഷിക സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കാൻഫിഡിൻ്റെ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. നമുക്കറിയാം, ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ PN പണിക്കർ സാറിന് ശേഷം, തെങ്ങമം ബാലകൃഷ്ണൻ സാറിന് ശേഷം കാൻഫിഡ് ഒരു നിശ്ചല അവസ്ഥയിൽ തന്നെയായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആ കാൻഫിഡിനെ ഇന്ന് കാണുന്ന കാൻഫിഡായി മാറ്റിയതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് ചെയർമാൻ തന്നെയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം പണ്ട് വന്ന ആ ഒരു സ്പിരിറ്റിനേക്കാൾ ഉപരിയായി കാൻഫിഡ് എല്ലാ ജില്ലകളിലും വളരെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുവന്ന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച കാൻഫിഡ് ഇന്ന് ഈ നല്ല രീതിയിലാക്കിയെടുത്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും തന്നെയാണ് കാൻഫിഡിൻ്റെ മുതൽക്കൂട്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കാൻഫിഡ് ദിന സന്ദേശം നൽകുന്നത് ചെറിയാൻ ഫിലിപ്പ് സാറാണ്. അദ്ദേഹവും ആദ്യകാലം മുതൽ തന്നെ കാൻഫിഡിൻ്റെ പ്രവർത്തകനാണ്. ധാരാളം വ്യത്യസ്തമായ ആശയങ്ങളും അതുപോലെ ചിന്തകളുമുള്ള വ്യക്തിയാണ് അദ്ദേഹം. കാൻഫിഡിൻ്റെ പ്രവർത്തനവുമായി സഹകരിച്ചു പോകുന്നതിൽ കാൻഫിഡിന് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ബിനോയ് വിശ്വം സാറാണ്. മുൻ മന്ത്രി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ CPI സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹവും ആദ്യകാല കാൻഫിഡ് പ്രവർത്തകനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ വേറിട്ട ചിന്തയും ശക്തമായ അഭിപ്രായവും അതുപോലെ തന്നെ പുരോഗമനപരമായ ധാരാളം ആശയങ്ങളുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം ഇന്ന് ഇവിടെ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ധാരാളം അഭിപ്രായങ്ങൾ ഇന്ന് കാൻഫിഡിൻ്റെ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി കാൻഫിഡിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ സാർ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മികച്ച അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, അങ്ങനെ സാക്ഷരതാ പ്രവർത്തകൻ, അങ്ങനെ ധാരാളം മേഖലകളിൽ തൻ്റെ വേറിട്ട വ്യക്തിത്വം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം കാൻഫിഡിൻ്റെ ഒരു മുതൽക്കൂട്ടാണെന്ന് തന്നെ പറയാം. കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് ആ ജില്ല കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഇന്ന് വേൾഡ് സ്കിൽ കൗൺസിലുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. സ്കിൽ പ്രവർത്തനങ്ങൾ വേൾഡ് സ്കില്ലുമായിട്ട് എങ്ങനെ കാൻഫഡ് പ്രവർത്തകർക്ക് സഹകരിക്കാമെന്നുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തിൻ്റെ സെഷനിൽ പറയും. ശ്രീ HJ മൊയ്സൺ ഡയറക്ടർ ജനറലാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞ 2-3 പേര് എത്തിയിട്ടില്ല. അവർ വരുമെന്ന് ആണ് അറിയിച്ചിട്ടുള്ളത്. ഒന്ന് ശ്രീ കരമന ജയൻ, അതുപോലെ തന്നെ ശ്രീ വി ജോയ് MLA, അവർ രണ്ടുപേരും കൂടി എത്തിച്ചേരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തതായി പാലക്കാട് ജില്ല ശ്രീ കിണാവല്ലൂർ ശശിധരൻ സാർ. അദ്ദേഹവും കാൻഫഡുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. നമുക്കറിയാം യോഗ ഇന്ന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമായ യോഗ കേരളത്തിലും മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടും യോഗയുടെ പ്രാധാന്യം അങ്ങേയറ്റം പ്രസക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് കൊടുക്കുന്ന പ്രാധാന്യവും നമുക്കറിയാം. കാൻഫഡുമായി ബന്ധപ്പെട്ട് യോഗയുടെ പ്രവർത്തനങ്ങളാണ്, യോഗ പരിശീലന പരിപാടിയാണ് അദ്ദേഹം കുറച്ച് കാലങ്ങളായി കാൻഫഡിൻ്റെ പേരിൽ ജില്ലയിൽ നടത്തി വരുന്നത്. ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, സംസ്ഥാനത്തെ പല ഭാഗത്തു നിന്നുള്ളവർ ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ഒരേപോലെ പ്രാധാന്യമുള്ളവരാണ്. ആർക്കും ഒരു കുറഞ്ഞ പ്രാധാന്യമുള്ളവർ, എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ശ്രീ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, നമ്മളേറെ സന്തോഷത്തോടു കൂടിയാണ് കാൻഫഡിൻ്റെ വാർഷിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് പുതിയ ആശയങ്ങളും പുതിയ പരിപാടികളുമായി മടങ്ങുക എന്നുള്ളതാണ് കാൻഫഡിൻ്റെ സമ്മേളനങ്ങളിലെ പ്രത്യേകത. ഈ സമ്മേളനം തികച്ചും വ്യത്യസ്തമായ നിലയിലാണ് ഇവിടെ സെക്രട്ടറി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. 4 പുതിയ കർമ്മപരിപാടികളിലേക്ക് കാൻഫഡ് കടക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ തുടർന്നുള്ള സമ്മേളനങ്ങളിൽ വിശദമാക്കപ്പെടും. ഒപ്പം സെക്രട്ടറി പറഞ്ഞ ഒരു പ്രധാന വിഷയം, ഇത് 48ാം വാർഷികമാണ്. നാം 50ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്, കനക ജൂബിലിയിലേക്ക് കടക്കുകയാണ്. ആ കനക ജൂബിലി സംഭവം ഒരു ലോക സംഭവമാക്കി മാറ്റണമെന്നുള്ളതാണ് ആഗ്രഹം. ഒരു ഗ്ലോബൽ മൈക്രോ തലത്തിൽ, ഏറ്റവും സൂക്ഷ്മ തലത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും ഒക്കെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം നടക്കുന്ന ഒരു ഗ്ലോബൽ സമ്മിറ്റാണ് പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത്. ജനജ്ഞാന വിജ്ഞാന വിശ്വസമ്മേളൻ എന്ന പേരൊരു പ്രപ്പോസൽ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ജനജ്ഞാന വിജ്ഞാന വിശ്വസമ്മേളൻ. അതിന് ആഗോള തലത്തിൽ നടത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ അത് ഈ വർഷം മുതൽ ഉടൻ തന്നെ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അതിന് തിരുവനന്തപുരത്ത് പ്രത്യേകമായി അതിനുവേണ്ടിയുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുകയാണ്. ഇന്ന് തീരുമാനമെടുത്തിട്ട് നാം അത് ഏർപ്പെടുത്തുകയാണ്. 2027 എന്ന് പറയുന്നത് അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും രാജ്യത്തും ലോകത്ത് തന്നെ ഒരു പുതിയ ഉണർവ് നൽകുവാൻ കാൻഫഡിൻ്റെതായ നിലയിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് 2027 നമുക്ക് രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അത് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ്. ഒപ്പം 2027 ആകുമ്പോൾ തിരുവനന്തപുരത്ത് സ്വന്തമായി നമ്മുടെ ഒരു ആസ്ഥാനം ജനജ്ഞാന വിജ്ഞാന വിശ്വഭവൻ എന്ന പേരിൽ ലോകത്തെമ്പാടുമുള്ള അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് വരുവാനും സമ്മേളിക്കുവാനും പങ്കാളികളാകാനും കഴിയുന്ന ബുദ്ധിജീവികളുടെയും പൊതുപ്രവർത്തകരുടെയും സംഗമവേദിയായി
ഒരു കേന്ദ്രം രൂപപ്പെടുത്തിയെടുക്കണമെന്ന ഒരു സ്വപ്നം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. സ്വപ്നം കാണുമ്പോൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാറുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ എല്ലാം ഒരു സ്വപ്നമാണ്. നമ്മളെ ഒപ്പം പ്രവർത്തിച്ച് നമുക്ക് നേതൃത്വം നൽകി നമുക്ക് വഴികാട്ടികളായി നിന്ന മഹാന്മാരായ നേതാക്കന്മാർ PN പണിക്കർ സാറും PT ഭാസ്കര പണിക്കർ സാറും NV കൃഷ്ണവാര്യരും ഡോക്ടർ ശിവദാസൻ പിള്ളയും ഡോക്ടർ NB പിള്ളയും ശൂനാട് കുഞ്ഞമ്പിള്ളയും ഡോക്ടർ M ഹരിദാസും ഡോക്ടർ ND ജോഷിയും അതുപോലെ എത്രയെത്ര മഹാന്മാർ ഡോക്ടർ NA കരീമും തെങ്ങമ്മ ബാലകൃഷ്ണനും നിരവധിയായ നേതാക്കന്മാർ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് നമുക്ക് വഴികാട്ടികളായി മാറിയിരുന്നു. അവരുടെയൊക്കെ തന്നെ സ്മരണകൾ തുടിച്ചു നിൽക്കുന്ന, അവരുടെയൊക്കെ ചിന്തകൾ തുടിച്ചു നിൽക്കുന്ന, ലോകത്തിൻ്റെ വെളിച്ചമായി മാറാൻ പോകുന്ന ഒരു അനൗപചാരിക വിദ്യാഭ്യാസ സമ്മേളനവും പ്രവർത്തനവുമാണ് നാം ലക്ഷ്യമിടുന്നത്. ഈ സമ്മേളനം വ്യത്യസ്തമായി മാറും എന്ന് തന്നെയാണ് വിശ്വാസം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാന്യനായ ശ്രീ ബിനോയ് വിശ്വത്തെ വിളിക്കുവാൻ കാരണം അദ്ദേഹം മുൻ മന്ത്രി ആയതുകൊണ്ടോ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ശ്രീ PT ഭാസ്കര പണിക്കർ സാറിൻ്റെയും PN പണിക്കർ സാറിൻ്റെയും ഒക്കെ ഏറ്റവും അടുത്ത മാനസപുത്രനെ പോലെ നിന്നിരുന്ന ഒരാളാണ് ശ്രീ ബിനോയ് വിശ്വം. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കാൻഫഡിൻ്റെ ചുമതല ഏൽപ്പിക്കുവാൻ തന്നെ പണിക്കർ സാറും PTBയും ഗൗരവപൂർവ്വം ആലോചിച്ച വിഷയം എനിക്കറിയാം. പക്ഷെ അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തെപ്പോലെ ഒരു മിടുക്കനായ ഒരാൾ കാൻഫഡിൻ്റെ ചുമതല ഏറ്റെടുക്കണമെന്നുള്ള അതീവ ആഗ്രഹമുണ്ടായിരുന്ന ആളുകളാണ് PT ഭാസ്കര പണിക്കർ സാറും PN പണിക്കർ സാറും. അത് അദ്ദേഹത്തിനും അറിയാം അക്കാര്യം. അദ്ദേഹം PT ഭാസ്കര പണിക്കർ സാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാലവിജ്ഞാനകോശത്തിലും വിശ്വവിജ്ഞാനകോശത്തിലും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് രചനകൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സാംസ്കാരിക വലയത്തിൽ, വിദ്യാഭ്യാസ വലയത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ശ്രീ ബിനോയ് വിശ്വം. അതുകൊണ്ടാണ് ഈ ചരിത്ര മുഹൂർത്തമായി മാറാൻ പോകുന്ന 48ാം വാർഷിക സമ്മേളനം ശ്രീ ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും അദ്ദേഹത്തെ ക്ഷണിച്ചതും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതും. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ശ്രീ ചെറിയാമ്പിലിപ്പ് കാൻഫഡാണ്. കാൻഫഡ് 977 രൂപീകരിക്കുന്ന പശ്ചാത്തലവും നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള ഗ്രന്ഥശാല സംഘത്തിൽ നിന്നും പിരിഞ്ഞ പണിക്കർ സാർ ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തോട് സഹകരിക്കുവാൻ പലരും താല്പര്യം കാണിക്കാത്ത കാലഘട്ടത്തിൽ നിരന്തരം പണിക്കർ സാറിനെ കാണുവാൻ വരികയും കാൻഫഡിനോടുള്ള സർക്കാരിൻ്റെ ഐക്യം മാറ്റിയെടുത്ത അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണിയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഏറെ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുത്ത് AK ആൻ്റണിയെ കാൻഫഡാക്കിയത് ശ്രീ ചെറിയാമ്പിലിപ്പാണ്. AK ആൻ്റണിയെ 977 ജൂൺ 30 രൂപം കൊണ്ട് കാൻഫഡിലേക്ക് 978 ഫെബ്രുവരി 28-ാം തീയതി അല്ല ഏപ്രിൽ 28-ാം തീയതി ശ്രീ ചെറിയാമ്പിലിപ്പ് വിളിച്ചു കൊണ്ടുവന്നു. ആ നിലയിലേക്ക് മാറ്റം ഉണ്ടാവുകയും അന്ന് അവിടെ എത്തിയ ആൻ്റണി പ്രഖ്യാപിച്ചു, കാൻഫഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ സമാശ്വാസ നിധിയിൽ നിന്ന് 10,000 രൂപ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. സാധാരണ AK ആൻ്റണി മീറ്റിങ്ങുകൾ പങ്കെടുത്തുകൊണ്ട് അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താറില്ല. അന്ന് അദ്ദേഹം അത് നടത്തി. അതിനപ്പുറമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാൻഫഡിന് വെറും അന്ന് ഒരു വർഷം പൂർത്തിയായിട്ടില്ല. ആ സമയത്ത് കാൻഫഡിന് വേണ്ടി സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്റർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെൻട്രലി സ്പോൺസർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാൻഫഡിന് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള മുഖ്യമന്ത്രി താല്പര്യമെടുത്ത് ഡൽഹിയിലേക്ക് ശുപാർശ ചെയ്യുകയും അത് കാൻഫഡിന് ലഭിക്കുകയും ചെയ്തു. അതിന് അന്തരീക്ഷം കളമൊരുക്കിയത് ശ്രീ ചെറിയാമ്പിലിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറിയാമ്പിലിപ്പ് നിരന്തരം നമ്മുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കാൻഫഡിൻ്റെ ജന്മദിന സന്ദേശം പറയണമെന്ന് നാം ആഗ്രഹിക്കാറുള്ളതും അദ്ദേഹത്തെ ക്ഷണിക്കാറുള്ളതും. മറ്റു വിശദാംശങ്ങൾ തുടർന്നുള്ള സമ്മേളനങ്ങളിലൂടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടും. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിൽ കടന്നു പോകുന്നില്ല. സമയം പരിമിതമാണ് നമ്മുടെ നേതാക്കന്മാർക്ക്. അതുകൊണ്ട് ഇതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജന്മദിന സന്ദേശം നൽകുവാനായി പ്രിയപ്പെട്ട ശ്രീ ചെറിയാമ്പിലിപ്പിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ബാലചന്ദ്രൻ,
എൻ്റെ ചിരകാല ആത്മസുഹൃത്ത് ശ്രീ ബിനോയ് വിശ്വം, സ്വാഗതം പറഞ്ഞ ജയ ശ്രീകുമാർ, കെ പി ജയരാജൻ, കിണാവല്ലൂർ ശശിധരൻ, ശ്രീ ഏഴോം, വിൻസൻ തുടങ്ങിയ ഇവിടെയുള്ള ആളുകളുടെ എല്ലാം പേരെനിക്കറിയാം, മിക്കവാറും നല്ല പേരെടുത്ത് പറയുന്നില്ല. സഹോദരി സഹോദരന്മാർ, ശ്രീ ബാലചന്ദ്രൻ ആമുഖമായി കാൻഫഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആ രൂപീകരണം മുതലുള്ള നാൾ വഴികൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ രാഷ്ട്രീയം പലപ്പോഴും മാറിയെങ്കിലും കാൻഫഡുമായി ബന്ധപ്പെട്ട എല്ലാ മീറ്റിങ്ങുകളിലും എന്നെ ക്ഷണിക്കുകയും ഞാനതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ബാലേന്ദ്രനോട് ഓർമ്മിച്ചതുപോലെ ശ്രീ പി എൻ പണിക്കരെ ഗ്രന്ഥശാലാ സംഘം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് 1977 അതുവരെയും കേരളത്തിൽ ഒരു വായനാ വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ശ്രീ പണിക്കർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കാൻഫഡ് രൂപീകരിക്കുമ്പോൾ ആദ്യ യോഗങ്ങളെക്കുറിച്ച് ശ്രീ ബാലേന്ദ്രൻ ഞങ്ങളും യൂണിവേഴ്സിറ്റി കോളേജിലെ സഹപ്രവർത്തകരായതുകൊണ്ട് ബാലേന്ദ്രനാണ് അതിൻ്റെ ജീവനാടിയായി അന്ന് മുതൽ തന്നെ പണിക്കരുടെ പിന്നിലുണ്ടായിരുന്നു. ശ്രീ എൻ വി കൃഷ്ണവാര്യർ, പി ടി ഭാസ്കര പണിക്കർ, തെങ്ങമ്മം ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ശൂരനാട് കുഞ്ഞമ്പിള്ള, തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ബെൻഡിക് മാർഗോസ്, ഇങ്ങനെ മഹാരഥന്മാർ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആദ്യ സമ്മേളനങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ജഗതിയിൽ നമ്മുടെ ജഗതിയല്ല, വഴുതക്കാട് നമ്മുടെ ഭക്തിവിലാസം കൊട്ടാരം, ആകാശവാണിക്ക് അപ്പുറത്താണ് ആദ്യത്തെ, തൈക്കാട് ശരി തെറ്റായി, തൈക്കാട് ആണ് ആദ്യത്തെ ഓഫീസ്. അത് കഴിഞ്ഞ് ശ്രീ ആൻ്റണി ഉൾപ്പെടെയുള്ള ആളുകൾ സഹകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും അതിൽ ശ്രീ ബാലേന്ദ്രൻ്റെ പ്രേരണയാണ് പ്രധാനമെങ്കിൽ പോലും അന്ന് ഒരു കാലം ഞാൻ ഓർപ്പിക്കുന്നു എന്ന് മാത്രം, പറഞ്ഞതുകൊണ്ട് മാത്രം ഓർമ്മിക്കുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും നന്നായി ഈ കാൻഫഡ് നീങ്ങി. ശ്രീ പി എൻ പണിക്കരുടെ മരണശേഷം അതിൽ ഒരു വിഭാഗീയതയുണ്ടായി. പക്ഷേ ശ്രീ തെങ്ങമ്മം ബാലകൃഷ്ണനാണ് അതിന് പറ്റിയ ആൾ. ആദ്യകാലം മുതലുള്ള ഒരു നല്ല സാംസ്കാരിക പ്രവർത്തകനെന്ന് കോൺഗ്രസ്സുകാരായ ശ്രീ ബാലേന്ദ്രനും എനിക്കുമൊക്കെ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ശ്രീ തെങ്ങമ്മം ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ബാലേന്ദ്രൻ തന്നെ ഏറ്റെടുക്കേണ്ട ഒരവസ്ഥ വന്നു. ഈ 48 വർഷം ഇത് സജീവമായോ ചില സമയത്ത് നിർജീവമായോ മുന്നോട്ട് പോയി എന്നുള്ളത് സത്യമാണ്. എന്തായിരുന്നാലും കാൻഫഡ് തുടങ്ങിയപ്പോൾ കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനം കേരളീയ ജനങ്ങൾക്കിടയിൽ ഒരു ലോകപരിചയം ഉണ്ടാക്കുന്ന വലിയ പങ്കുവച്ചു. വിജ്ഞാന സാഹിത്യം അല്ലെങ്കിൽ വൈജ്ഞാനികമായ നിലവാരം കേരളത്തിൽ കുറവായിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വായനാ വിപ്ലവത്തിലൂടെയാണ് ലോകത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അതിന് ഗ്രന്ഥശാലകൾക്ക് വലിയ പങ്കുണ്ട്. ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുന്നതിൽ ശ്രീ പി എൻ പണിക്കർ റക്ഷീകരണം നടത്തിയ പ്രവർത്തനം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ 50 വർഷം മുമ്പ് ശ്രീ ബിനോയും ഞാനുമൊക്കെ ASFിൻ്റെയും KSUവിൻ്റെയും സംസ്ഥാന നേതാക്കന്മാരായിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ 75% സാക്ഷരതയുണ്ടായിരുന്നുള്ളൂ. 75 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തായിരുന്നു. വിദ്യാലയങ്ങളുടെയും കലാലയങ്ങളുടെയും എണ്ണത്തിൽ, വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കേരളം വളരെ മുന്നിലായിരുന്നു. അതിന് കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും അതുപോലെ തന്നെ ക്രൈസ്തവ മിഷണറിമാരും NSS, SNDP തുടങ്ങിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എല്ലാമാണ് കേരള മോഡൽ എന്ന് പറയുന്ന ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുരോഗതി ഉണ്ടാക്കിയത്. പക്ഷേ ഈ മുന്നേറ്റം ഉണ്ടായിട്ട് പോലും സാക്ഷരതയിലേക്ക് കടക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. 70കളിൽ സാക്ഷരത ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ട് ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയും കേരളത്തിൽ ശ്രീ അച്യുതമേനോൻ്റെ സർക്കാരുമാണ് അതിന് മുൻകൈയെടുത്തത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു യജ്ഞവും സർക്കാർ അന്ന് ആരംഭിച്ചിരുന്നില്ല. ഗ്രന്ഥശാല പ്രസ്ഥാനം കഴിഞ്ഞപ്പോൾ ഫോർമൽ എഡ്യൂക്കേഷനിൽ നമ്മൾ വളരെ മുന്നിലാണ്. സ്കൂളുകളുടെ എണ്ണം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്കൂളുകളിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ 4ാം ക്ലാസ്സിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, ഡ്രോപ്പ് ഔട്ട്സ് എന്ന വിഭാഗം. നമ്മുടെ പല സ്കൂളുകളിലും വിദ്യാർത്ഥികൾ ചേരാനില്ല, അധ്യാപകർ ഓടിച്ചിട്ട് പഠിക്കേണ്ട അവസ്ഥ വന്നു. സ്കൂളുണ്ട്, അധ്യാപകർ, പക്ഷേ കുട്ടികളില്ല, കൊഴിഞ്ഞു പോകുന്നു. അങ്ങനെയാണ് ഓൾ പ്രൊമോഷൻ, ബെഞ്ചോട് കൂടിയ പ്രൊമോഷൻ വെച്ചത്. അത് വലിയ കുഴപ്പം സൃഷ്ടിച്ചു. വിദ്യാഭ്യാസ നിലവാരം തകർത്തെങ്കിലും അടിവരയില്ലാതെ അടിത്തേരില്ലാതെ വളർന്നുവെങ്കിൽ പോലും സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ അത് സാധിച്ചു.
പക്ഷേ ഇവിടെ അനൗപചാരിക വിദ്യാഭ്യാസ സമിതി ശ്രീ പി.എൻ. പണിക്കരുടെ നേതൃത്വത്തിൽ ബാലചന്ദ്രൻ നേതൃത്വം തുടങ്ങുമ്പോൾ അന്ന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു പ്രധാന കാര്യം, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആളുകൾക്ക്, സ്കൂളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു, ഏറെ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഇല്ലാതായി. പക്ഷേ മറുവശത്തുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയോജനങ്ങൾക്ക്, വായന അറിയാത്ത, എഴുത്തറിയാത്ത ഒരു വലിയ സംഘം വയോജനങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് വയോജന വിദ്യാഭ്യാസം എന്ന അതിലുണ്ടായത്. അപ്പോൾ സാർവത്രികമായ വിദ്യാഭ്യാസം എന്നുള്ളത് ഭരണഘടനാ ലക്ഷ്യം നടപ്പിലാക്കുന്നതിൽ കേരളം മുന്നോട്ട് വന്നെങ്കിൽ പോലും, സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും സൗജന്യമാക്കിയെങ്കിൽ പോലും, മുൻകാലത്തുണ്ടായിരുന്ന വയസ്സിൽ എന്നിവർക്ക് പത്രം വായിക്കാൻ കഴിയുന്നില്ല, എഴുതാൻ കഴിയുന്നില്ല, ഒരു സാരി ഒപ്പിടാൻ പോലും കഴിയുന്നില്ല എന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് അത്തരം അനൗപചാരിക വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാക്കാൻ കാൻഫഡ് മുൻകൈയെടുത്തത്. അത് ഏറെക്കുറെ വിജയപ്രദമായിരുന്നു. കാൻഫഡ് നടത്തിയ പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയായിട്ടാണ് 77 കാൻഫഡ് തുടങ്ങിയതെങ്കിൽ അതിൻ്റെ പ്രവർത്തനം സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്റർ ഉൾപ്പെടെകൾ നടത്തിയ ഒരു പ്രചരണത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് കേരളം 90 സമ്പൂർണ്ണ സാക്ഷരതയിൽ എത്തിയത്. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇടതുപക്ഷ പ്രസ്ഥാനവും ഒക്കെ അതിനകത്ത് കൂടുതൽ മുൻകൈ എടുത്തു എന്നുള്ളതും സത്യമാണ്. അങ്ങനെ 90 സമ്പൂർണ്ണ സാക്ഷരത കിട്ടുന്ന സമയത്ത് കേരളത്തിലെ ജില്ലകൾ പരിശോധിച്ചപ്പോൾ ജില്ലകളിൽ ഏറ്റവും സാക്ഷരത കുറവുണ്ടായിരുന്ന മലപ്പുറം ജില്ലയാണ്. ഏറ്റവും സാക്ഷരതയിൽ മുന്നിൽ നിന്നത് കോട്ടയം ജില്ലയാണ്. അത് തുറന്നു പറയുകയാണെങ്കിൽ ക്രൈസ്തവർ കൂടുതലുള്ള കോട്ടയത്ത് സാക്ഷരത കൂടുകയും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ സാക്ഷരത കുറയുകയും ചെയ്യുന്ന ഒരു മതപരമായ വിഭജനം കൂടി അതിലുണ്ടായിരുന്നു. അതൊരു സത്യമാണ്. അതുപോലെ തന്നെ ആദിവാസി സാക്ഷരതയും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം കോട്ടയമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയെങ്കിലും മലപ്പുറത്ത് സാക്ഷരത ഇല്ല എന്ന കാര്യത്തിൽ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് വന്ന വിദ്യാഭ്യാസ മന്ത്രി CH മധുവായ മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ പ്രത്യേക താല്പര്യം കാണിച്ചു എന്നുള്ളതും സത്യമാണ്. ഈ സമ്പൂർണ്ണ സാക്ഷരത നേടുമ്പോഴും പ്രധാനമായ ഒരു സാക്ഷരതാ പ്രവർത്തനം നടന്നത് മലപ്പുറം ജില്ലയിലാണ്. ആദ്യമായി ഒരു മുസ്ലിം സ്ത്രീ തന്നെയാണ് സാക്ഷരതയിൽ നേടുന്നതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് ചോദിച്ചാൽ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആദിവാസി മേഖലയിൽ ആദിവാസി സാക്ഷരത സമ്പൂർണ്ണമാണെന്ന് ചോദിച്ചാൽ അല്ല. എങ്കിൽ പോലും സമ്പൂർണ്ണ സാക്ഷരത, അക്ഷരാഭ്യാസം, എഴുത്തും വായനയും അറിയാവുന്ന ആളുകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വൈജ്ഞാനികമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാൻഫഡ് 48 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അരനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. അന്ന് പണിക്കരേട്ടനും ബാലേന്ദ്രനും ഒക്കെ കണ്ട തരത്തിലുള്ള സമൂഹമല്ല. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വിജ്ഞാന വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളം മാത്രമല്ല ലോകം മുഴുവൻ ഒരു സാങ്കേതിക വിപ്ലവത്തിൻ്റെ മുന്നേറ്റത്തിലാണ്. ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പഴയ ലക്ഷ്യങ്ങൾ പഴയ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പണ്ട് ഔപചാരിക വിദ്യാഭ്യാസത്തിനായിരുന്നു പ്രാമുഖ്യം. അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു തമാശയായി കണ്ട ആളുകളുണ്ട്. ഇന്നതല്ല. ഇന്ന് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഔപചാരിക വിദ്യാഭ്യാസം തകർന്നുകൊണ്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI വന്നതോടുകൂടി നമുക്കറിയാം അടുത്ത 5 വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണ്. പഠിക്കാൻ സ്കൂളിലോ കോളേജിലോ ഒക്കെ ഒന്നും പോകേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഇല്ല. അടിസ്ഥാന വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെയോ 12ാം ക്ലാസ് വരെയോ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷനുള്ള ചില മേഖലകളിൽ മാത്രം, സ്പെഷ്യലൈസേഷൻ പറയുമ്പോൾ പരിശീലനം വേണ്ട ചില ആളുകൾ മാത്രം അവരെ പരിശീലന കളരിയിലേക്ക് വിട്ടാൽ മതി. വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി ഇവരാരും സ്കൂളിലും കോളേജുകളിലും പോകേണ്ട കാര്യമില്ല. വിദൂര ഭാവിയിൽ നമ്മുടെ സർവകലാശാലകളും കോളേജുകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ്. അധ്യാപകരുടെ വർഗം തന്നെ ഇല്ലാതാകും. കാരണം എന്താ, ഈ പറയുന്ന സാങ്കേതിക വിപ്ലവത്തിൻ്റെ ഫലമായി AI വന്നാൽ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി വന്നാൽ ഇതെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കാം. വീട്ടിലിരുന്ന കാര്യങ്ങൾ ശേഖരിക്കാൻ പറ്റും. അപ്പോൾ ചോദിക്കാറുണ്ട്, ഇത് മാർഗനിർദ്ദേശം തരാൻ ആവശ്യമുണ്ടോ? ചില മേഖലകൾ ആവശ്യമുണ്ട്. എങ്കിൽ പോലും ഞാനൊരു ഉദാഹരണം പറയാം. ശ്രീ ബിനോയ്ക്കൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ഇന്നത്തെ പോലെയല്ല. ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ക്ലാസ്സുകളിൽ വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം വരെയും ഏറെക്കുറെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അച്ഛന്മാരുടെ സ്കൂളാണ്. അന്ന് ഈ ജസ്യൂട്ട് ഫാദേഴ്സ് നടത്തുന്ന 5ാം സ്കൂളിൽ ചെന്നില്ലെങ്കിൽ കാര്യം പോക്കാണ്. അതുകൊണ്ട് എനിക്ക് നല്ല മാർക്കും കിട്ടി. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മിക്കവാറും സ്കൂൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ വന്നു. യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി MA ക്കും LLB ക്കും പഠിക്കുന്ന സമയത്ത് കോളേജിൽ പോയിട്ടേ ഇല്ല.
പിന്നെ എങ്ങനെ ജയിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈഡ് കൊണ്ട് പത്രം പഠിച്ചു. അധ്യാപകന്മാരുടെ സേവനം എനിക്ക് ലഭിച്ചിട്ടില്ല. ഇത് പഴയ കഥയാണ്. ഒരു അധ്യാപകനിൽ നിന്ന് എനിക്ക് മണ്ണാങ്കട്ടയും കിട്ടിയിട്ടില്ല. കൃഷ്ണകുമാരൊക്കെ അന്ന് അവിടെ വിദ്യാർത്ഥിയാണ്, പിന്നെ അദ്ദേഹം അധ്യാപകനായി പോയി. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അധ്യാപകനിൽ നിന്ന് മണ്ണാങ്കട്ടയും കിട്ടിയിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസം നോൺ ഫോമലായിരുന്നു. ഞാൻ വിദ്യാഭ്യാസം നേടിയത് കോളേജിലും സ്കൂളിലും പുറത്തു നിന്നാണ്. പല ആളുകളും രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിയത് രാഷ്ട്രീയ നേതാക്കന്മാരുമായി സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ പിന്നീട് ഞാൻ ആലോചിക്കാറുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ ഞാൻ ചരിത്രപരമായ സംശയമാണെങ്കിൽ ശ്രീധരമേനോൻ സാറെ വിളിക്കും, സാമ്പത്തികമായ സംഭരണമാണെങ്കിൽ ഡോക്ടർ KN രാജയെ വിളിക്കും, ഇനി ഭാഷാപരമായിട്ടാണെങ്കിൽ എൻ്റെ അധ്യാപകനായ ONV ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഓണക്കൂർ സാറിനെ വിളിക്കും. അങ്ങനെ സംശയം ഉണ്ടാകുമ്പോൾ എനിക്ക് ഉപദേശം തരാൻ കുറേ ആളുകളുണ്ടായിരുന്നു. ഇപ്പോഴും ഉപദേശം തരാൻ ആളുകളുണ്ടല്ലോ. അപ്പോൾ നാളെ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ, അനൗപചാരിക വിദ്യാഭ്യാസം തന്നവർക്ക് ഉപദേശം തരാൻ കുറേ ഗുരുഭൂതന്മാർ വേണമെന്നല്ലാതെ വേറെ ആരുടെ ആവശ്യമല്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം 2 വർഷമായിട്ടും നമ്മുടെ എലോൺ മസ്കിൻ്റെ പുതിയ തരത്തിലുള്ള നിർമ്മിത ബുദ്ധി ആശ്രയിച്ചിട്ടുള്ള പല ഏർപ്പാടുകളും നമ്മുടെ മൊബൈലിൽ തന്നെ കിട്ടും. അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഗോർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാൻഫഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിൽ മലയാളത്തിൽ അടിച്ചാൽ മതി. മലയാളത്തിൽ അടിച്ചാൽ, ഇംഗ്ലീഷിൽ അടിച്ചാൽ, ഹിന്ദിയിൽ അടിച്ചാൽ അത് വിവർത്തനം ചെയ്യപ്പെട്ട് തന്നെ അപ്പോൾ വിവരങ്ങൾ കിട്ടും, എല്ലാ വിവരങ്ങളും കിട്ടും. അത് പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് വിരൽത്തുമ്പിൽ തന്നെ കാര്യങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. ലോകം വിരൽത്തുമ്പിലാണ്. അധ്യാലയങ്ങളിലൊന്നുമല്ല, പുസ്തകങ്ങളുമല്ല. വായനശാലകൾക്കുള്ള പ്രസക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ 2 ഭിത്തികൾ നിറയുള്ള പുസ്തകങ്ങളാണ്. ഞാനിതൊരു 3-4 വർഷമായിട്ട് ആ പുസ്തകം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബാലേന്ദ്രൻ പുസ്തക പ്രകാശനം നടത്തുന്നതാണ് പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ച് വെച്ചിട്ടുണ്ട്. ബാലേന്ദ്രനുള്ള സ്നേഹം കൊണ്ട് ബാലേന്ദ്രൻ്റെ ആത്മകഥ മാത്രം ഞാൻ വായിച്ചു, വേറൊന്നും ഞാൻ വായിക്കാറില്ല. കാരണം എനിക്ക് കിട്ടേണ്ട വിജ്ഞാനം ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടത്തില്ല. അത് കാലഹരണപ്പെട്ടതാണ്. പഴയ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ പല ചരിത്രവും അബദ്ധങ്ങളാണെന്ന് എനിക്കറിയാം. കാരണം എന്താ, പഴയ ആളുകൾ എഴുതി വച്ചിരിക്കുന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ടതാണ്, അത് കാലത്തിന് യോജിച്ചല്ല. പക്ഷേ ഇൻ്റർനെറ്റ് കിട്ടുന്നതെല്ലാം ശരിയാവണമെന്നില്ല. വിക്കിപീഡിയയിൽ കിട്ടുന്ന കാര്യം ഓരോരുത്തർ എഴുതി വയ്ക്കുന്നതാണ്. പക്ഷേ നിർമ്മിത ബുദ്ധിയെ ആശ്രയിച്ച് എന്ന് പറയുമ്പോൾ പലതരം അഭിപ്രായങ്ങളുടെ സമന്വയമാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വിവരങ്ങളുടെ പൂർണ്ണരൂപം ആ പറയുന്ന സാധനത്തിൽ കൊടുക്കും. ഗോർക്കിൽ നിന്ന് കിട്ടും. ഇപ്പം ചെറിയാൻപേൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. ആരെക്കുറിച്ചും കിട്ടും. പക്ഷെ അത് ശരിയാണോ തെറ്റൊന്നുണ്ടാണെങ്കിൽ, തെറ്റായ കാര്യമാണെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ ആരോപിച്ചിട്ടുണ്ടെന്നേ പറയുള്ളൂ, അല്ലാതെ അവരുടെ നിഗമനം എത്താറില്ല. അങ്ങനെ ഒരാൾ ആരോപിച്ചിട്ടുണ്ട്. ചെറിയാൻപേൽ ഇപ്പോൾ ഒരു നല്ലവനല്ല എന്ന് DS ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്, അല്ല പറയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നിർമ്മിത ബുദ്ധിയെ ആശ്രയിച്ച എല്ലാ പരിഷ്കാരങ്ങൾക്കും അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. എങ്കിൽ പോലും നമുക്ക് കാലം മാറുന്നതനുസരിച്ച് കോലം കിട്ടിയേ മതിയാവുകയുള്ളൂ. ഇപ്പം ഞാനൊക്കെ കമ്പ്യൂട്ടർ കാണുമ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ്, സെപ്റ്റംബർ ആയിരുന്ന കാലഘട്ടത്തിലാണ്. ഒരു വീഞ്ഞപ്പെട്ടിയായിരുന്നു. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ പിടിയില്ലായിരുന്നു. പക്ഷേ പലരോടും ചോദിച്ചപ്പോൾ അന്ന് നമ്മുടെ ഈ ഇൻഫോസിസിലെ സ്ഥാപകനായിരുന്ന ആളുകളും ക്രിസ് ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ഫിസിക്സ് പഠിക്കുകയാണ്, വളരെ പഠിക്കും, ക്രിസ് ഗോപാലകൃഷ്ണൻ പഠിക്കുകയാണ്, സ്ഥാനമുള്ള വലിയ ശാസ്ത്രജ്ഞനാണ്. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെയുള്ള പല ആളുകളോട് ചോദിക്കാറുണ്ട് കമ്പ്യൂട്ടറിനെ കുറിച്ച്. അപ്പോൾ വേറെ ചോദിക്കാൻ മാർഗ്ഗമില്ല, പുസ്തകമൊന്നുമില്ല. പക്ഷേ ആ കാലഘട്ടത്തിലും എനിക്ക് തോന്നുന്നത് പ്രഭാത് ബുക്ക് ഹൗസ് ചെറിയൊരു പുസ്തകം ഇറങ്ങിയിരുന്നു, എന്താണ് കമ്പ്യൂട്ടർ, VT മാസ്റ്റർ പണിക്കാർക്ക് എഴുതിയെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ DC ബുക്സ് ഇറങ്ങിയപ്പോഴും കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു ചെറിയ പുസ്തകം മലയാളത്തിലുണ്ട്, അല്ല വേറെ പുസ്തകങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വീഞ്ഞപ്പെട്ടിയിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ യൂണിയൻ അവിടെ പ്രബല യൂണിയനാണ് കോൺഗ്രസിൻ്റെ. അന്ന് CPIയുടെ യൂണിയനും ഉമ്മൻചാണ്ടി യൂണിയനും കൂടെയാണ്. പിന്നെ വേറെ യൂണിയൻ ഉണ്ടായി. CBSE വാര്യരുടെ നേതൃത്വത്തിലുള്ള എല്ലാ യൂണിയനുകളും കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരെ പ്രസംഗിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സെനറ്റിൽ ഒരൊറ്റ ആൾ മാത്രമേ കമ്പ്യൂട്ടറുകൾക്ക് അനുകൂലിച്ചുള്ള ഞാൻ മാത്രമാണ്. എനിക്ക് വട്ടാണെന്ന് വളരെ പറഞ്ഞ കാര്യം പിന്നെ എന്നെ യൂണിയൻ മീറ്റിങ്ങിലൊന്നും വിളിച്ചിട്ടില്ല. കാരണം കമ്പ്യൂട്ടർവൽക്കരണം കഴിഞ്ഞത് വലിയ ആപത്താണ് എന്ന് പറഞ്ഞ കാലമുണ്ട്. ഇന്നാരെങ്കിലും ഇത് പറയൂ? ആ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നീട് 80-85 ആയപ്പം ഞങ്ങളത് മനസ്സിലാക്കാൻ തുടങ്ങി. ശ്രീ ബിനോയ് വിശ്വം അന്ന് മറ്റേ ലോക യുവജന ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ് 85 കാലഘട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെയൊക്കെ ക്ഷണിച്ച് കഴിച്ച് ഞാൻ മോസ്കോയിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ മോസ്കോയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ റഷ്യയിൽ ഈ ഓരോരുത്തരുടെ വിവരങ്ങൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ അടിച്ചു വരികയാണ്. ആ സമയത്ത് അത്ഭുതപ്പെടുകയാണ്. കമ്പ്യൂട്ടർ റഷ്യയിൽ അന്ന്
റഷ്യ എന്ന് പറയുമ്പോഴത്തേക്കൊണ്ട് അന്ന് 85 തന്നെ റഷ്യ ഏറെക്കുറെ കമ്പ്യൂട്ടർവൽക്കരിച്ചിരുന്നു, അമേരിക്കയോടൊപ്പം തന്നെ. രാജീവ് ഗാന്ധി വന്നതോടുകൂടി കമ്പ്യൂട്ടർ തുടങ്ങിയ കാര്യങ്ങൾക്ക് വലിയ ഒരു സംവിധാനം കോൺഗ്രസിലുണ്ടായി. ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ സമയത്ത് രാജീവ് ഗാന്ധി നേതൃത്വത്തിൽ നടന്ന ഒരു പഠനക്കളരിയിൽ കമ്പ്യൂട്ടറെ കുറിച്ച് പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മോസ്കോയിൽ നടന്ന കാര്യങ്ങളിൽ ഞങ്ങൾ മോസ്കോയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ടി വി വിദ്യാഭ്യാസമായിരുന്നു. പക്ഷേ ഒരു നിർഭാഗ്യവശ സംഭവമുണ്ട്. ഞങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോയത് ബിനോയ് ആണെങ്കിലും ബിനോയിന് ആ സമയത്ത് ചിക്കൻ ബോക്സ് പിടിപെട്ടു. അങ്ങനെ ഈ സാധാരണഗതിയിൽ ബിനോയെ കാണേണ്ടതല്ലേ എന്ന് കരുതി ഗോവിന്ദൻ മാഷ് അന്ന് ഇപ്പോഴത്തെ ഗോവിന്ദൻ മാഷും ഞാനും എല്ലാം കൂടെ പാടുപെട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഒരു രക്ഷയില്ല, കർണാടക നിന്ന് കാണാൻ പറ്റില്ല, ചിക്കൻ ബോക്സ് ആണ്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. ബിനോയോടെ 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ അങ്ങനെ മോസ്കോ ഫെസ്റ്റിവലിൻ്റെ മുഖ്യ സംഘാടകനായ ബിനോയ് അവിടെ കഴിഞ്ഞു എന്നുള്ളത് വേറെ സത്യം. ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ റഷ്യയിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ലോകം ഇന്ന്, അന്ന് റഷ്യ എന്ന് പറഞ്ഞാൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സോവിയറ്റ് യൂണിയൻ ശാക്തിക രാജ്യമാണ്. ഇന്ന് ആ പ്രതാപം ഇല്ല. ഇന്ന് ആ പ്രതാപം ചൈനയ്ക്കാണ്. എങ്കിൽ പോലും ഇന്ത്യ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ടെക്നോളജി വിപ്ലവത്തിൻ്റെ ഭാഗമായി ലോകം മുഴുവൻ മാറുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ഇന്ത്യയും കേരളവും മാറുകയാണ്. അതുകൊണ്ട് ഈ മാറ്റത്തിന് അനുയോജ്യമായ പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് കാൻഫഡിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഇടിയുകയും അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഇടിയുകയും ചെയ്യുമ്പോൾ, ഞാൻ ഡിജിറ്റൽ വിദ്യാഭ്യാസമെന്നോ ഇലക്ട്രോണിക്സ് വിദ്യാഭ്യാസമെന്നോ ഒന്നും പറയുന്നില്ല. ഇന്നിപ്പം ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്കങ്ങൾ. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ രൂപയാണ്, പൈസ എന്നാണ് അർത്ഥം. 1, 0 എന്നുള്ളതാണ് പ്രാധാന്യം ഡിജിറ്റൽ നോക്കിയാൽ. അപ്പോൾ ലോകം മുഴുവൻ ഡിജിറ്റലിലേക്ക് പോവുകയാണ്. കാരണം പണമാണ് പ്രധാനം. പക്ഷേ ലോകം എത്ര മാറിയാലും അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും പ്രസക്തി നശിക്കില്ല. അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും. അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ വായന ഉണ്ടായിരിക്കും. നമുക്ക് നാളെ കൈപ്പട എഴുതേണ്ടി വരില്ല. എൻ്റെയൊക്കെ കൈപ്പട ചിലപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കൊണ്ട് പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് തോന്നുന്നു. മരിക്കുന്നതിന് മുമ്പ് മിക്കവാറും കൈപ്പട കാണത്തില്ല. കയ്യൊപ്പ് പോലും ഇല്ലാതാവുന്ന അവസ്ഥയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ പുതിയ തലമുറയ്ക്ക് കൈപ്പടയിൽ എഴുതേണ്ടി വരില്ല. പഴയ നമ്മളൊക്കെ പഠിച്ചിരുന്നത് എഞ്ചുപടി പഠിച്ചിട്ടാണ്. ഈ 2 അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ എഞ്ചുപടി കൊണ്ട് എല്ലാം കാൽക്കുലേറ്ററാണ്, കമ്പ്യൂട്ടറാണ്. അപ്പോൾ ലോകം മാറുന്നതനുസരിച്ച്, സാങ്കേതിക വിപ്ലവത്തിലുണ്ടായ മാറ്റമനുസരിച്ച്, ടെക്നോളജിക്കൽ പരീക്ഷണ ഭാഗമായി AI വിപ്ലവത്തിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ട സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് കാൻഫഡിൻ്റെ പ്രവർത്തനങ്ങൾ അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി നിലനിർത്തിക്കൊണ്ട് തന്നെ പുനരാവിഷ്കരിക്കുകയും അത്തരം കാര്യങ്ങൾക്ക് അനുയോജ്യമായ പരിശീലനങ്ങൾ കൊടുക്കുകയും വേണം. ഇന്നിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പിടി കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയ പിടിയില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡ്രൈവറെയാണ് ഏൽപ്പിക്കുന്നത്. ഡ്രൈവർക്ക് SLC വരെ വിദ്യാഭ്യാസമുള്ളൂ. പക്ഷേ കമ്പ്യൂട്ടർ രംഗത്ത് എന്നെക്കാൾ വലിയ സമർത്ഥനാണ്. എനിക്ക് GPay അറിയത്തില്ല, ഡ്രൈവറെ ഏൽപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പ്രായം കുറഞ്ഞ, വിദ്യാഭ്യാസം കുറഞ്ഞ, SLC വരെ പഠിച്ചാൽ മതി കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ. എൻ്റെ ഡ്രൈവറാണ് ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പം എൻ്റെ ഡ്രൈവർ എന്നെക്കാൾ വിജ്ഞാനമുള്ള ആൾ ആധുനിക ലോകത്തിൽ. അതുകൊണ്ട് എനിക്കിപ്പോൾ വയസ്സ് 70 കഴിഞ്ഞു. നമ്മുടെയൊക്കെ കാലം കഴിയാൻ പോകുന്നു എന്ന് ഞാൻ പറയുന്നത്, ഞാൻ ആരോഗ്യാവസ്ഥയായി പറയുന്നതല്ല. ചിലപ്പോൾ 10-100 വർഷമൊക്കെ ജീവിച്ചെന്ന് വരും. പക്ഷേ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മളെ പുതിയ തലമുറ പിന്തള്ളപ്പെടും. അതുകൊണ്ട് 50 വർഷം 48 വർഷമാണെന്ന് പറഞ്ഞ് പഴയ ഖ്യാതി പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാലം മാറിയതനുസരിച്ച് ഇതിൻ്റെ പരിപാടികൾ പുനരാവിഷ്കരിച്ചില്ലെങ്കിൽ കാൻഫഡ് ഒരു ചരിത്ര വസ്തുവായി മാത്രം നിലനിൽക്കും. അതുകൊണ്ട് ചരിത്രത്തെ ലംഘിച്ചുകൊണ്ട് കാലത്തെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തന ശൈലി മാറ്റിയെടുത്തേ മതിയാവുകയുള്ളൂ. നമ്മളെ നയിക്കേണ്ടത് പുതിയ തലമുറയാണ്, നമ്മളല്ല. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പലപ്പോഴും ഓർമ്മ വരാറുണ്ട്, പണ്ട് എന്നെ കുട്ടിക്കാലത്ത് എൻ്റെ പിതാവാണ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്, പിച്ച വെച്ച് നടക്കുന്ന കാലം. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന പിതാവാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഞാൻ ഇതേക്കൊണ്ട് എന്നോട് പിതാവ് സംശയം ചോദിക്കുന്ന അവസ്ഥ വന്നു. കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് പിതാവിനെ നടത്തിക്കൊണ്ട് പോകുന്ന ചുമതലയായിരിക്കും. അതുകൊണ്ട് കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറിയേ മതിയാവുകയുള്ളൂ. ഇവിടേക്കും ഒരു തലമുറ മാറ്റം അനിവാര്യമാണ്. മലയന്ദ്രൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പുതിയ ആളുകളെ വെച്ച്, മലയന്ദ്രൻ്റെ മകൾ എത്ര മനോഹരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്.
എത്രയോ ബാലേന്ദ്രനേക്കാൾ പല കാര്യങ്ങൾക്കും മകൾക്ക് അറിവുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അപ്പം കാലം മാറുന്നതനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പ്രസ്ഥാനമായി ഇതിനെ പുനരാവിഷ്കരിക്കണം എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള വിനീതമായ ജന്മദിന സന്ദേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.